എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 9-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുമോ എന്നുള്ള വചനമാണ്. നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ ഉടയവനുമായ ദൈവം നമ്മെ ഒരു പരിശോധനയിലൂടെ, ഒരു പരീക്ഷയിലൂടെ കടത്തിവിട്ടാൽ നാം എന്തായിത്തീരുമെന്ന് നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിക്കുവാനിടയായി ഏറിയ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് കടന്നുപോയതായ വിഷയത്തിന് ഒരു മറുപടി എന്ന നിലയിൽ ദൈവം അവർക്കൊരു തലമുറയെ നൽകി. ആ തലമുറയെ സ്നേഹിച്ചും ദൈവത്തെ പരമാർത്ഥതയിൽ സേവിച്ചും മുൻപോട്ട് പോകുന്നതായി അബ്രഹാമിനോട് താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ മോറിയ ദേശത്തേക്ക് കൊണ്ടുപോയി ഞാൻ നിന്നെ കാണിക്കുന്നൊരു മലയിൽ അവനെ യാഗം കഴിക്കണം എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാം ആ വാക്കുകളെ പൂർണ്ണമായി കേട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും പിറ്റന്നാൾ പ്രഭാതത്തിൽ തന്നെ മകനെയും കൂട്ടിക്കൊണ്ട് യാഗത്തിനു വേണ്ടി പുറപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. മോറിയ ദേശത്ത് കടന്നു ചെന്ന് തന്നെ കാണിച്ചു കൊടുത്തതായി മലയിലേക്ക് തൻ്റെ മകനുമായി കരേറിപ്പോയി മകൻ്റെ കൈകാലുകൾ ബന്ധിച്ച് പണിതിരിക്കുന്ന യാഗപീഠത്തിൻ്റെ മീതെ മകനെ കിടത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് നോക്കേണ്ടതിനായി, ഞാൻ നിന്നെ പരീക്ഷിക്കേണ്ടതിനായി, പരിശോധിക്കേണ്ടതിനായി നിന്നോട് പറഞ്ഞ കാര്യം നീ കൃത്യമായി ചെയ്തിരിക്കുന്നു, നിന്നെ നന്നായി ഞാൻ കാണുന്നു എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ അവിടെയുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 12-ാമത് വാക്യത്തിനകത്ത് പറയുന്നതും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്നാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരമുള്ള ജീവന്റെ കിരീടം നമുക്ക് നൽകേണ്ടതിന് നമ്മെ പരിശോധിക്കുവാൻ വേണ്ടി ദൈവം ആക്കി വയ്ക്കുന്നു. ചില പരീക്ഷകളിലും പരിശോധനകളിലൂടെയും ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നാം നന്നായി തികഞ്ഞവരായി, നാം ജയാളികളായി, നാം വിജയിച്ചവരായി പുറത്തു വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന പദങ്ങളുമാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ജീവകിരീടം തരേണ്ടതിന് നാം കൊള്ളാവുന്നവരാണോ എന്ന് പരീക്ഷിക്കേണ്ടതിന്, പരിശോധിക്കേണ്ടതിന് ചില പരീക്ഷകളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിന് നടുവിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പിൽ പരാജയപ്പെട്ടവരായിട്ടല്ല വിജയികളായി തീരേണ്ടതിനും ആ തലത്തിൽ നാം മുൻപോട്ട് യാത്ര ചെയ്യുന്നവരായി തീരേണ്ടതിനും നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകുവാൻ ഉത്സാഹിക്കണമെന്നും ആ നിലകളിൽ നാം ആയിത്തീരുവാൻ ഉത്സാഹിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകുന്നവരായിട്ടല്ല,
പരീക്ഷയിൽ കൊള്ളാവുന്നവരായി തീരേണ്ടതിന്, വിജയികളായി തീരേണ്ടതിന് നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ വിജയികളായി തീരുവാൻ, അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.